കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി വാർഡിൽ മൂന്നാം തവണ മത്സരിക്കുന്ന നിലവിലെ കൌൺസിലർ ശൈലജ പൂർണ്ണാത്മവിശ്വാസത്തിലാണ്. അവസാന മണിക്കൂറും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടവും ഇത്തവണയും വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നു. കൊല്ലം കോർപ്പറേഷനിൽ BJPയുടെ ഉറച്ച സീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടിയുള്ളൂ, അത് തേവള്ളിയാണ്. കഴിഞ്ഞ 2 തവണയായി കൌൺസിലറായിരുന്ന ശൈലജ തന്നെയാണ് ഇത്തവണയും NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഒപ്പം വനിതാ വാർഡായി മാറിയതോടുകൂടെ കൂടുതൽ വാശിയേറിയ വലിയ പ്രചരണങ്ങൾ ഇത്തവണ ഉണ്ടാകുന്നു. എന്താണ് മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്, എന്താണ് ഒരു പ്രതീക്ഷ? ഞാൻ ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് ഈ കഴിഞ്ഞ 2 വർഷക്കാലവും. ആദ്യം എന്റെ മകൾ 9 മാസം ഇരുന്നു. അതിനുശേഷം അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ദൌത്യം ഒന്നില്ലാതെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഇനിയും ജനങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുവരെ ഞാൻ ഏത് സമയം വിളിച്ചാലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും തുടർന്ന് അങ്ങനെ തന്നെ പോകുമെന്ന് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വാക്ക്. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് വാഗ്ദാനമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏത് പദ്ധതി വന്നാലും എന്റെ പാവപ്പെട്ട ജനങ്ങൾക്കും അതുപോലെയുള്ള ഇവിടെയുള്ള ഏതൊരു വ്യക്തിക്കും അവർക്ക് ആവശ്യമായത് അവരുടെ മുന്നിലെത്തിക്കാൻ ഞാൻ മുൻകൈയെടുക്കും. അതോടൊപ്പം തന്നെ കോകില ട്രസ്റ്റ് എന്നും പറഞ്ഞ എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്. അതുവഴി നടന്നു പോയിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും തുടർന്ന് ഞാൻ ചെയ്യും. പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. അവസാനവട്ട സ്ക്വാഡ് വർക്കാണ്. വലിയ കൂട്ടം ആളുകളൊക്കെ ഉണ്ട്. എന്താണ് അവസാനം ഈ വോട്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം? അല്ല, ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെയാണ്, അല്ല ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല അവര് എന്നെ കാണുന്നത്. അവരുടെ വീട്ടിലെ, കാരണം ഞാൻ ഇതുവരെ അവരോടൊപ്പം അങ്ങനെയായിരുന്നു. എനിക്ക് എവിടെയും കയറി ചെല്ലാനുള്ള ഒരു ആത്മവിശ്വാസം അവർ തന്നിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് നൽകുന്ന ഒരു സ്വീകരണമുണ്ട്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലണ്ട എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം അവരുടെ എല്ലാ വോട്ടുകളും എനിക്ക് തന്നെ ചെയ്തു തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. എന്റെ മകളോടുള്ള സ്നേഹമാണത്. കോകിലയോടുള്ള സ്നേഹം തന്നെയാണ് അവർ എനിക്കും തരുന്നത്. ശൈലജ ചേച്ചി വീണ്ടും നിൽക്കുകയാണ്. വിജയിക്കുമോ? ഉറപ്പായിട്ടും ജയിക്കും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും തേവള്ളിക്ക് മറ്റൊരു കൌൺസിലർ ഉണ്ടാകില്ല എന്ന് പറയുന്നു. അവസാനവട്ട സ്ക്വാഡ് വർക്കുമായി ഈ തേവള്ളിയിലെ BJP സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ആ സംഘവും പോവുകയും ചെയ്യുന്നുണ്ട്. ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.